നമസ്കാരം. ലോക സമാധാനത്തിനായി നൽകിയ സംഭാവനകളെ ആദരിക്കാൻ സൃഷ്ടിച്ച ഏറ്റവും പ്രതിഷ്ഠയുള്ള അംഗീകാരമാണ് നൊബേൽ സമാധാന പുരസ്കാരം. എന്നാൽ ചിലപ്പോൾ ഈ അവാർഡിന്റെ പേരിൽ ഉയരുന്ന വാർത്തകൾ തന്നെ അതിന്റെ ആത്മാവിനെ കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടെന്ന വാർത്തയും അത്തരത്തിൽ ഒന്നായി മാറുകയാണ്. 2026 സമാധാനത്തിനായുള്ള നൊബേൽ പുരസ്കാരത്തിനായുള്ള ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് നടപടികൾ നോർവീജിയൻ നൊബേൽ കമ്മിറ്റി ആരംഭിച്ചു. ആകെ 287 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ പരിഗണനയിലുള്ളതെന്ന് കമ്മിറ്റി സെക്രട്ടറി വ്യക്തമാക്കി. ഇതിൽ 197 വ്യക്തികളും 90 സംഘടനകളും ഉൾപ്പെടുന്നു. സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ 50 വർഷത്തേക്ക് രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് നിയമമെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തവണത്തെ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം നടത്തിയ നയതന്ത്ര ഇടപെടലുകളാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കാൻ സാധ്യതയുള്ള ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2026 തുടക്കത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷങ്ങളെ തുടർന്ന് അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ രാജ്യങ്ങൾക്കിടയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിലും സുരക്ഷാ സംഭാഷണങ്ങളിലും ട്രംപിന്റെ പങ്കാളിത്തം നിർണായകമായിരുന്നുവെന്നും ഇസ്ലാമാബാദിൽ നടന്ന ഉന്നതതല ചർച്ചകൾ മേഖലയിലെ സ്ഥിരതയ്ക്ക് വഴിയൊരുക്കുമെന്നും നാമനിർദ്ദേശം ചെയ്തവർ വിശ്വസിക്കുന്നു. ആഗോളതലത്തിൽ വലിയ ഭൗമരാഷ്ട്രീയ വിള്ളലുകൾ നിലനിൽക്കുന്ന സമയത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാറ്റോ രാജ്യങ്ങൾക്കിടയിലെ ഭിന്നതകളും ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടുണ്ടായ ഊർജ്ജ പ്രതിസന്ധിയും നൊബേൽ കമ്മിറ്റിക്ക് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. ആൽഫ്രഡ് നോബലിന്റെ ദർശനങ്ങളോട് നീതി പുലർത്തുന്ന ഒരു ജേതാവിനെ കണ്ടെത്താൻ ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങൾക്കിടയിൽ കമ്മിറ്റിയെ കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. വിവിധ രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങൾ, സർവകലാശാല പ്രൊഫസർമാർ, മുൻ നൊബേൽ ജേതാക്കൾ എന്നിവർക്കാണ് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാൻ അവകാശമുള്ളത്. ഇത്തവണത്തെ പട്ടികയിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം തന്നെ ദുരിതാശ്വാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 90 സംഘടനകളും ഇടം പിടിച്ചിട്ടുണ്ട്. US ഇറാൻ സംഘർഷം സഖ്യകക്ഷികൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കിയെങ്കിലും പാകിസ്ഥാനെ പോലുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ വഴി നയതന്ത്ര പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ശക്തമാണ് എന്ന് നോർവീജിയൻ വിദേശകാര്യ ഉപമന്ത്രി ആൻഡ്രിയാസ് ക്രാവിക് അഭിപ്രായപ്പെട്ടു. ഒക്ടോബർ മാസത്തിലാണ് ലോകം കാത്തിരിക്കുന്ന പുരസ്കാര പ്രഖ്യാപനം നടക്കുക. അതിനു മുൻപ് ഈ വർഷത്തിന്റെ മധ്യത്തോടെ കമ്മിറ്റി ഒരു ചുരുക്ക പട്ടിക തയ്യാറാക്കും. ആഗോളതലത്തിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന ഈ ഘട്ടത്തിൽ നിരവധി യുദ്ധത്തിന്റെ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു നിന്ന ഒരു നേതാവിനെ സമാധാനത്തിനുള്ള പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത് പലർക്കും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കാര്യമാണ്. ഇറാൻ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇവിടങ്ങളിലെ രാഷ്ട്രീയ സൈനിക നീക്കങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനം എന്ന ആശയത്തോടൊപ്പം ഈ നാമനിർദ്ദേശം എങ്ങനെ പൊരുത്തപ്പെടുമെന്നതാണ് പ്രധാന ചോദ്യം. ഇവിടെ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു കാര്യമാണ് ശക്തിപ്രയോഗവും സമ്മർദ്ദ നയങ്ങളും മുൻനിർത്തിയ സമീപനം യഥാർത്ഥ സമാധാന ശ്രമങ്ങളായി കാണാനാകുമോ എന്നതാണ്. പല അവസരങ്ങളിലും കടുത്ത പ്രസ്താവനകളും തന്ത്രപരമായ സമ്മർദ്ദങ്ങളും ഉപയോഗിച്ചുള്ള ട്രംപിന്റെ സമീപനം ചിലർക്ക് പീസ് ത്രൂ സ്ട്രെങ്ത് എന്ന വാദമായി തോന്നിയാലും മറ്റു ചിലർക്ക് സംഘർഷം വർദ്ധിപ്പിച്ചുവെന്ന അനുഭവമാണ് നൽകിയത്. അതേസമയം ട്രംപിന്റെ പിന്തുണക്കാർ പറയുന്നത് ചില സംഘർഷങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതും വേഗത്തിൽ കരാറുകളിലേക്ക് എത്താൻ സമ്മർദ്ദം ചെലുത്തിയതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് എന്നാണ്. എന്നാൽ അതേ നീക്കങ്ങൾ തന്നെ ദീർഘകാല സമാധാനത്തിന് സഹായകരമായോ അല്ലെങ്കിൽ കൂടുതൽ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിച്ചതോ എന്ന ചർച്ച തുടരുകയാണ്. ഇവിടെ ഒരു അടിസ്ഥാന ചോദ്യമുണ്ട്. സമാധാനം എന്നത് എന്താണ്? സംഘർഷങ്ങളെ താൽക്കാലികമായി നിയന്ത്രിക്കുന്നതോ അല്ലെങ്കിൽ ദീർഘകാല സ്ഥിരത ഉറപ്പാക്കുന്നതോ, അതോ സ്വയം ഉണ്ടാക്കിയ ലോക ദുരന്തങ്ങളെ ഒടുവിൽ അടിച്ചമർത്തി സ്വയം സമാധാന ദൂതന്റെ പരിവേഷമണിയുന്നതോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ നാമനിർദ്ദേശത്തെ വിലയിരുത്തുന്നതിനും നിർണായകമാകുന്നത്. ഈ വിവാദം ഒരു വ്യക്തിയെ കുറിച്ചുള്ളതല്ല, മറിച്ച് സമാധാനത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയാണ്.